ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടാ. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്തേ ആലോചിക്കണേ? ഒന്നുമില്ല. ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. உனக்கு பைத்தியம் பிடிச்சிருக்கா? என்ன மானம் கெடுத்துறதுக்காக மண்டைக்காட்ட கோயில கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கேன். என்ன பண்ண போற? இன்னையில இருந்து நான் ஜெட்டி போடும். என்ன? இன்னையில இருந்து ஜெட்டி தான் நான் போடுவேன். ஐயோ ராமராமா. എന്ത് വേണം സാർ? എന്താ വേണ്ടേ? ഈ സാറിന്റെ സൈസിന് രണ്ട് ജട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ? അതിപ്പോ സാറേ, സൈസ് എത്രന്ന് പറഞ്ഞില്ല. തേങ്ങ